ഹായ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാവാം. കാരണം നമ്മൾ സാമൂഹികപരമായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണല്ലോ മനുഷ്യർ. അപ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും, മിത്രങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ശത്രുക്കൾ സുഹൃത്തുക്കളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്, പ്രവാസികളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്, നാട്ടുകാരിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. പല നിലക്കുള്ള ശത്രുക്കൾ ഉണ്ടാവും. പക്ഷെ ഈ ശത്രുതയൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരോട് ശത്രുത വെച്ച് പുലർത്താതെ നല്ല രൂപത്തിൽ നിൽക്കുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും ആ ശത്രുത മാഞ്ഞു പോവാറുമുണ്ട്. ചില സംഗതികളൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു തീർക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും ശത്രുത പറഞ്ഞു തീർക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അതാരെന്നറിയോ? കൂടെ നിന്ന് നമ്മുടെ അടുത്ത് നിന്ന് തൊഴിലൊക്കെ പഠിച്ച് വിദ്യകളൊക്കെ പഠിച്ച് കരസ്ഥമാക്കിയ ആളുകള് പിന്നീട് ആ വിദ്യ കൊണ്ടോ അല്ലെങ്കിൽ ആ തൊഴിൽ മേഖല കൊണ്ടോ ഒക്കെ ആയിരിക്കും അവർ ജീവിതകാലം മുഴുവനും ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കുടുംബം പോറ്റുന്നത്. അപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ആളുകള് അവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ ഏറ്റവും വലിയ മോശപ്പെട്ട വ്യക്തി നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു പൈസ പോലും, ഒരു രൂപ പോലും വാങ്ങാതെ നമ്മുടെ ഉപകരണങ്ങൾ വെച്ച് നശിപ്പിച്ച് പഠിച്ചെടുത്തിട്ട് അവര് നമുക്ക് പോലും ഉപകാരമില്ലാത്ത വിധത്തിലേക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയ ഈ ആളുകൾ പിന്നീട് നമ്മുടെ ശത്രുക്കളായി മാറുന്നു. ആ ശത്രുത ഒരിക്കലും അവന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം അയാളോട് ഉള്ള ശത്രുത എന്താന്ന് ചോദിച്ചാൽ, ഒരു വിദ്യ പഠിപ്പിച്ചു കൊടുത്ത് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അയാൾക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ വ്യക്തി അയാളിൽ കണ്ട ശത്രുത. ആ ശത്രുത ജീവിതത്തിലുടനീളം അയാൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.